ഹായോ. ഒരു ഇറ്റാലിയൻ ഫാഷൻ ബ്രാൻഡാണ് വെർസാച്ചെ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനത് വെർസൈസ് എന്നാണ് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് നല്ല ഫേമസ് ആയിട്ടുള്ള കുറച്ച് പെർഫ്യൂംസ് ഉണ്ട്. നമുക്കറിയാം എറോസ്, പിന്നെ ഡിലൻ ബ്ലൂ എന്ന പെർഫ്യൂംസ് ഒക്കെ നമ്മുടെ ഇവിടെ അത്യാവശ്യം അറിയപ്പെടുന്ന പെർഫ്യൂമുകൾ തന്നെയാണ്. അപ്പോൾ അതിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്നിരുന്നാൽ ഭയങ്കര മാസ് പ്ലീസിങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് വെർസാച്ചെ ഫോർ ഹോം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സമ്മർ പെർഫ്യൂമാണിത്. നമ്മളിന്ന് ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ് us get to the review. വെൽക്കം ടു സൂഫി ഫ്രാഗ്രൻസ്. ഹായോ, ഐ എം സുഫിയാൻ. അപ്പോൾ 2008 വെർസാച്ചെ ഫോർ ഹോം റിലീസ് ആവുന്നത്. ഞാൻ കുറേ തവണ കണ്ടിട്ടും ട്രൈ ഒന്നും ചെയ്യാതെ ഒഴിവാക്കിയിട്ട് ഒരു പെർഫ്യൂമായിരുന്നു അത്. കടയിലൊന്നും പോവുകയാണെങ്കിലും ഞാൻ ടെസ്റ്റ് ചെയ്തൊന്നും നോക്കാറുണ്ടായില്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പെർഫ്യൂമാണെന്ന് പറഞ്ഞു കേട്ടുകൊണ്ട് തന്നെ അധികം മെനക്കെടാറുണ്ടായില്ല. ഒരിക്കലെപ്പോഴോ ഏതൊരു ഷോപ്പിൽ നിന്ന് എൻ്റെ ഷർട്ടിൽ അടിച്ചിട്ട് പോകുന്നത് ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ ആ ഒരു ഡ്രൈ ഡൗണിൻ്റെ സ്മെല്ല് എനിക്കിങ്ങനെ കിട്ടുന്നുണ്ടായി. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്മെല്ല്. അപ്പം ഞാൻ ഒരിക്കലും ഇതിന്ന് ആ ഒരു സ്മെല്ല് പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അത് ആ ഒരു ഡ്രൈ ഡൗൺ അറിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഈ ഒരു പെർഫ്യൂം മേടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഫണ്ടൊക്കെ സെറ്റാക്കി വെച്ച് അങ്ങനെയാണ് ഈ ഒരു പെർഫ്യൂം മേടിക്കുന്നത്. പിന്നെ ഇത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പെർഫ്യൂമുകളിൽ ഒന്നായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇതൊരു സിട്രസി, ക്ലീൻ, ഫ്ലോറൽ, അക്വാട്ടിക്, അരോമാറ്റിക്, മസ്കി സെൻ്റാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സിട്രസ് നോട്ട്സോട് കൂടെയാണ്. നമ്മുടെ ബെർഗമോൾ, ലെമൺ, പിന്നെ നെറോളിയുടെ ഒക്കെ സ്മെല്ലുണ്ട്. ബെർഗമോൾ ഇത്തിരി ഒരു ഷാർപ്പായിട്ടുള്ള സിട്രസ് നോട്ടാണ്, ഇത്തിരി പഞ്ചി ആയിട്ടുള്ള ആ ഒരു ഫീല് കൊടുക്കുന്നുണ്ട്. കുറച്ച് പവറുള്ള സിട്രസി ഫീല് ഇതിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത്തിരി സമയം കഴിയും, ഏകദേശം ഒരു 1-2 മിനിറ്റോ കഴിയുമ്പോൾ തന്നെ നമുക്കിതൊന്ന് മസ്കിൻ്റെ ഫീല് പയ്യെ കിട്ടി തുടങ്ങും. പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊരു അക്വാട്ടിക് ടച്ചൊക്കെ നമുക്ക് കിട്ടും. ഒരു ചെറിയ സോൾട്ടിനെസ് എൻ്റെ സ്കിന്നിൽ അവിടെ ഇവിടെ കേട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായി. ഇതിലൂടെ സമയം കഴിയുമ്പോഴേക്കും ഈ ഒരു സിട്രസി നോട്ട്സിലേക്ക് മസ്ക് വന്ന് ചേരുമ്പോൾ ഇതിനൊരു ഡെപ്ത് കിട്ടുന്നുണ്ട്, ഒരു ക്രീമി ഫീൽ കിട്ടുന്നുണ്ട് ആ ഒരു സെൻറ്റിന്. അത് ഭയങ്കര അടിപൊളിയാണ്. അപ്പോഴാണ് ഈ ഒരു സെൻറ്റിൻ്റെ മാജിക് പുറത്തോട്ട് വരിക. വെറും ഒരു സിട്രസി സ്മെല്ലാണെങ്കിൽ, ഒരു ലെമണിൻ്റെ ഒക്കെ മാത്രം സ്മെല്ലാണെങ്കിൽ എല്ലാവർക്കും പിടിച്ചോളണമെന്നില്ല. പക്ഷെ അതിലേക്ക് മസ്ക് ചേരുമ്പോൾ ഇതിന് കിട്ടുന്നൊരു ക്യാരക്ടറുണ്ട്. മസ്ക്, അതായത് നമ്മളൊരു സിട്രസി സ്മെല്ല് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഷാർപ്പായിരിക്കാം. അതായത് നമ്മുടെ മൂക്കിൽ ഇങ്ങനെ തുളഞ്ഞു കയറുന്ന തരത്തിലുള്ള സ്മെല്ലായിരിക്കും. നമ്മൾ നാരങ്ങയൊക്കെ എടുത്ത് മണപ്പിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം പഞ്ചിയായിട്ടുള്ള ഒരു പവറുള്ള സെൻറ്റാണ് ഉണ്ടാവുക. ആ ഒരു ഷാർപ്നെസ് ഒക്കെ ഒന്നുകൂടെ സ്മൂത്താക്കിയിട്ട് ഈ ഒരു സെൻറ്റിന് ഒന്നുകൂടെ ഒരു റൗണ്ട് ആയിട്ടുള്ള, ഒരു എലഗൻ്റ് ആയിട്ടുള്ള സെൻറ്റാക്കി മാറ്റുന്ന നോട്ടാണ് ഇതിലെ മസ്ക്. ചിലവർക്ക് ആ ഒരു സിട്രസും മസ്കും കൂടെ ചേരുമ്പോൾ ഒരു സോപ്പി ഫീലൊക്കെ തോന്നാം. ക്ലോസ് ആയിട്ട് സ്മെല്ല് നോക്കുകയാണെങ്കിൽ അതൊന്നും നമുക്ക് അരോമാറ്റിക് നോട്ട്സ് ആയിട്ടുള്ള ക്ലറി സേജിൻ്റെ ഒക്കെ ഫീല് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ സ്കിന്നിൽ ആ ഒരു മസ്ക് അതിനെയൊക്കെ മൂടി വയ്ക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. പിന്നെ ഇതിലേക്ക് ടോങ്കാബീൻ കൊടുക്കുന്ന ആ ഒരു സ്വീറ്റ്നസ്സും കൂടെ ചേരുമ്പോൾ ഈ സെൻറ്റ് ഒന്നുകൂടെ അടിപൊളിയായി മാറുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ആ ഒരു സിട്രസി നോട്ട്സൊക്കെ കിട്ടും. പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊരു അക്വാട്ടിക് ടച്ചൊക്കെ നമുക്ക് കിട്ടും. ഇച്ചിരി സമയം കഴിയുമ്പോഴേക്കും അതിലേക്ക് മസ്ക് കയറി വന്നിട്ട് ഇതിനൊരു ഡെപ്ത്, ആ ഒരു ക്രീമി ഫീലൊക്കെ കൊടുക്കും. പിന്നെ അതിലേക്ക് ഇത്തിരി സമയം കഴിയും നമ്മുടെ ടോങ്കാബീൻ കൊടുക്കുന്ന ഒരു സ്വീറ്റ്നസ്സും കൂടെ വരുമ്പോൾ ഈ ഒരു സെൻറ്റ് ഒന്നുകൂടെ അടിപൊളിയായിട്ട് മാറും. അപ്പോൾ സെൻറ്റ് വളരെ സിമ്പിളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞാനും അങ്ങനെ സിമ്പിളാണെന്നുള്ളതുകൊണ്ട് തള്ളിക്കളഞ്ഞൊരു സെൻറ്റായിരുന്നു. ഇത് എക്സ്ട്രീംലി മാസ് പ്ലേസിങ് ആയിട്ടുള്ളൊരു സെൻറ്റാണ്. കൂടുതൽ ആൾക്കാർക്ക് നിങ്ങൾക്ക് ഓഫീസിലേക്ക് വളരെ സേഫായിട്ട് വെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സമ്മറിലോ എപ്പോഴും ഏത് കണ്ടീഷനിലും എവിടേക്കും വെയർ ചെയ്യാൻ പറ്റിയൊരു പെർഫ്യൂമാണിത്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, അല്ലാതെ തള്ളിക്കളയരുത്. ചിലർക്ക് ആ ഒരു മസ്ക് നോട്ട് ചിലപ്പോൾ പിടിച്ചോളണമെന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്കിന്നിലൊന്ന് അടിച്ചു നോക്കുക, എങ്ങനെയാണ് നിങ്ങളുടെ സ്കിന്നിൽ ഡെവലപ്പ് ആവുന്നതെന്ന് അറിയാൻ വേണ്ടി. പിന്നെ ക്ലോൺസ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്ലോൺസ് മാത്രം ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഒറിജിനൽ ട്രൈ ചെയ്യാതെ ഇതിനെ ഒഴിവാക്കരുത്. കാരണം പല ക്ലോൺസും ഞാൻ ട്രൈ ചെയ്ത് പക്ക വെറും സിട്രസി സ്മെല്ല്, ഒരു ലെമണിൻ്റെ ഒക്കെ സ്മെല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടും അവൻ പറഞ്ഞ് ഞാൻ ഇതിൻ്റെ ക്ലോൺ ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. അപ്പോൾ പുള്ളിക്ക് ഒറിജിനൽ കൊടുത്തപ്പോഴാണ് പുള്ളി മനസ്സിലാക്കുന്നത് എന്താണ് ഇതിൻ്റെ സെൻറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അല്ലാണ്ട് അവിടെ പല ക്ലോണുകളും ഇങ്ങനെ ആ ഒരു ലെമണിൻ്റെ ഒക്കെ സ്മെല്ല് മാത്രമായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതിൽ ആ ഒരു മസ്കിൻ്റെ ഫീല് പലതിലും ഇല്ല. ഞാൻ ട്രൈ ചെയ്തതിൽ അത്രയും ക്ലോസ് ആയിട്ട് കണ്ട ഒരു ക്ലോണ് കോഴിക്കോടുള്ള അജ്വാദ് പെർഫ്യൂംസ് എന്ന് പറഞ്ഞ ടീമിൻ്റെ അടുത്തുള്ളൊരു വെർസാച്ചെ ഫോർ ഹോം ക്ലോണായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്രയായിരുന്നു, ഒരു ഓയിലായതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ, തേച്ച് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അതിൻ്റെ സ്മെല്ല് പോയിട്ടുണ്ടായി. അപ്പോൾ അതിലെ ലോഞ്ചിവിറ്റി കാര്യമൊക്കെ ഭയങ്കര ബാഡായിരുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു പെർഫ്യൂം പൊതുവെ എല്ലാവരും പറയുന്നത് അത്ര ലാസ്റ്റ് ചെയ്യില്ല, പെർഫോം ചെയ്യുന്നില്ല എന്നൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാലും എൻ്റെ സ്കിന്നിൽ ഇത് നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ഭയങ്കര ഹിറ്റൊന്നുമല്ല, അത്യാവശ്യം ഒരു ചൂടൊക്കെ ഉള്ള സമയത്തൊക്കെ പുറത്തുപോയി വന്നപ്പോഴും പലപ്പോഴും എനിക്ക് സ്കിന്നിൽ
5+6+ ഹവേഴ്സൊക്കെ ഈ ഒരു പെർഫ്യൂം ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ സ്കിന്നുമായിട്ട് ഇതിലെ മസ്കിനോട്ട് നല്ലപോലെ വർക്ക് ആവുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് അത്രയും ലാസ്റ്റിങ് കിട്ടുന്നത്. ഷർട്ടിൽ ചിലപ്പോഴൊക്കെ അടുത്ത ദിവസം വരെ ഇതൊന്ന് സെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പെർഫ്യൂം. ചിലപ്പോൾ ഞാൻ അടിക്കുന്നതിൻ്റെ മാറ്റമായിരിക്കാം. ഞാൻ ഏകദേശം 8 സ്പ്രേ യൂസ് ചെയ്യാറുണ്ട്. അതിൽ 1-2 സ്പ്രേ ഫുൾ സ്ലീവ് യൂസ് ചെയ്യുമ്പോൾ ഈ എൽബോയിൽ ആ മടക്കിൽ അടിക്കാറുണ്ട്. അപ്പോൾ അവിടെ കുറേ സമയം സെൻറ്റ് ഹോൾഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവിടെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സെൻറ്റുകളും ഇത്തിരിയുടെ ലാസ്റ്റിങ് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് എന്തായാലും ഒരു 3 to 5 hours സ്കിന്നിൽ അത്യാവശ്യം ചൂടുള്ളപ്പോഴും ലോഞ്ചിവിറ്റി പ്രതീക്ഷിക്കാം. പിന്നെ ആദ്യത്തെ ഒരു 1 to 2 hours ഇടയിലാണ് പ്രൊജക്ഷൻ വരുന്നത്. മോഡറേറ്റ് ആയിരിക്കും. ഫസ്റ്റ് അവറിൽ ആം ലെങ്തിൻ്റെ അപ്പുറമൊക്കെ പ്രൊജക്ഷൻ വരാമെങ്കിലും പിന്നെ അതിനുശേഷം ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു ഫീറ്റിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സെൻ ബബിൾ തീർത്ത് കുറച്ച് നേരം അങ്ങനെ നിൽക്കുകയും ചെയ്യും. ഭയങ്കര സ്ട്രോങ് ആയിരിക്കില്ല. അങ്ങനെ സ്ട്രോങ് പ്രൊജക്ഷൻ വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു പെർഫ്യൂം എടുക്കരുത്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഡ്രസ്സിൽ എന്തായാലും ഒരു 5+ hours കൂളായിട്ട് ഈ ഒരു പെർഫ്യൂം ലാസ്റ്റ് ചെയ്തോളും. ഞാനങ്ങനെ പക്കാ ഫീൽഡ് വർക്കായിട്ട് പുറത്തോട്ട് തന്നെ നടക്കുന്ന ആൾക്കാരുടെ കാര്യത്തിലല്ല പറഞ്ഞത്. നിങ്ങൾ ചുമ്മാ പുറത്തൊക്കെ ഒന്ന് പോയി വന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ അത്രയൊക്കെ ലാസ്റ്റിങ് കിട്ടും. ഫുൾ ടൈം ഫീൽഡിലൊക്കെ ആണെങ്കിൽ അത്രത്തോളം തന്നെ പെർഫോമൻസ് ഇതൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ കോംപ്ലിമെൻറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 1 to 1.5 hours ഇടയ്ക്ക് അത്യാവശ്യം ഓവർ സ്പ്രേ ഒക്കെ ചെയ്തിട്ട് പോയാൽ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൊരു പെർഫ്യൂമാണത്. എല്ലാവർക്കും എക്സ്ട്രീംലി ലൈക്കബിൾ ആയിട്ടുള്ളൊരു സെൻറ്റ് പ്രൊഫൈലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 100 ml ഏകദേശം 6500-ൻ്റെയും 7000-ൻ്റെ ഇടയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റ് ട്രൈ ചെയ്തിട്ട് നല്ലപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു 200 ml വാങ്ങിക്കാനാണ് ഞാൻ പറയൂ. കാരണം ഒരു 8000-9000 രൂപയുടെ താഴെ എന്തായാലും 200 ml നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കുറേ സമയത്തേക്ക് യൂസ് ചെയ്യാനും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മാളുകളിൽ ഷോപ്പ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ നൈക്കയിലോ ഒക്കെ തന്നെ ഈ ഒരു പെർഫ്യൂം അവൈലബിൾ ആണ്. അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. സ്കിന്നിലൊക്കെ ഒരു സ്പ്രേ അടിച്ച് നോക്കുക. നിങ്ങൾക്ക് ആ ഒരു മസ്കിൻ്റെ സ്മെല്ലൊക്കെ പിടിക്കുന്നുണ്ടോ, പിന്നെ അത്യാവശ്യം ലാസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടോ നോക്കിയതിന് ശേഷം മാത്രം ഈ ഒരു പെർഫ്യൂം മേടിക്കുക. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.